സന്നദ്ധരായിട്ടുള്ളവരുമാണെന്നും ഞാൻ നാളെ ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ലെന്നും ഫിറോസ് കൂട്ടിച്ചേർത്തിട്ടാണ് മാധ്യമങ്ങളിൽ ശ്രദ്ധയാകർഷിക്കുന്നത്. ഫിറോസിന്റെ ആരോപണങ്ങളെ ശക്തമായി പ്രതിരോധിക്കാനും നിയമപരമായി നേരിടാനും സജനയും ഒരുങ്ങുന്നു. ഫിറോസ് ഖാനെതിരെ സജന ഉടൻ തന്നെ നിയമ നടപടികൾ ആരംഭിക്കുമെന്ന് മാധ്യമങ്ങൾ. തന്റെ 10 വർഷത്തെ ജീവിത അനുഭവങ്ങളുടെ അവസാന അധ്യായമാണിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫിറോസ് വീഡിയോ പങ്കുവയ്ക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഉയർന്ന വിവാദങ്ങൾക്ക് പിന്നിൽ സജനയും പ്രശസ്തനായിട്ടുള്ള മറ്റൊരു വ്യക്തിയുമാണ് എന്ന് റസൂൽ പൂക്കുട്ടിയുടെ ഓഡിയോ സന്ദേശപ്പെട്ടാണ് ഫിറോസ് വെളിപ്പെടുത്തുന്നത്. ആ പ്രഗത്ഭനായ ക്രിമിനലും വുമണൈസറുമായിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള ആള് തന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി 101% കെട്ടിച്ചമച്ച ഒരു വ്യാജ കഥയും ഫിറോസ് പങ്കുവയ്ക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഇത് പറയാനുണ്ടായ കാരണം ജാമിദ എന്ന് പറയുന്ന ടീച്ചർ അല്ലാത്ത എവിടെയാണോ മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിച്ച് കലുഷമാക്കാൻ, അന്തരീക്ഷം കലുഷമാക്കാൻ എവിടെയാണോ കഴിയുന്നത് അവിടെ ഓടിയെത്തി, അഥവാ എന്താ പറയുക, മാലിന്യം കണ്ട മൃഗങ്ങളെപ്പോലെ അത് എന്താ പറയുക വായ കൊണ്ട് നക്കിയെടുക്കാൻ മാത്രം ഓടി നടക്കുന്ന തികഞ്ഞ ഒരു സൃഷ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ജാമിദ എന്ന സ്ത്രീയും ആരിഫ് എന്ന് പറയുന്ന ഈ പുരുഷനും. അപ്പോൾ മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ പൂക്കുറ്റിയെ സംബന്ധിച്ചും ഈ സജനയെ സംബന്ധിച്ചും ഉണ്ടായിട്ടുള്ള ഈ വിവാദങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രചരണങ്ങൾ 10 വർഷം സജനയുടെ കൂടെ അടിമയെ പോലെ ജീവിച്ചു എന്നാണ് ഫിറോസ് പറയുന്നത്. അവരുടെ കുഞ്ഞിന്റെ പിതാവായിട്ടുള്ള എന്നെയാണ് അവർ ജനങ്ങളുടെ മുമ്പിൽ ഇരയാക്കുന്നത് എന്ന് ഫിറോസ് പറയുന്നു. ഗർഭിണിയാണ് എന്ന തരത്തിൽ സജന ആദ്യം പങ്കുവയ്ക്കുകയും പിന്നീട് അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്ത ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ ഈ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയെ ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള തന്ത്രമായിരുന്നു എന്ന് ഫിറോസ് ആരോപിക്കുന്നു. കോടികൾ ഉണ്ടാക്കാൻ വേണ്ടി അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതാണ് എന്ന സജനയുടെ വാദം നുണയാണ്. വിഷയത്തിൽ സോഷ്യൽ മീഡിയ വാർത്തകൾ വന്നപ്പോൾ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയെ ന്യായീകരിച്ച് ലൈവിൽ വരാൻ സജന ഒടുവിൽ തന്നെയും നിർബന്ധിച്ചതായി ഫിറോസ് വീഡിയോയിൽ പറയുന്നു. തന്റെ ആദ്യ വിവാഹത്തെക്കുറിച്ചും സജനയുമായിട്ടുള്ള ബന്ധത്തിലുണ്ടായ സങ്കീർണമായ പ്രതിസന്ധികളെക്കുറിച്ചും ഫിറോസ് തുറന്നു പറയുകയാണ്. സജനയ്ക്ക് മറ്റു ചില വ്യക്തികളുമായിട്ടുണ്ടായിരുന്ന ബന്ധങ്ങളും ഒളിച്ചോട്ടങ്ങളും ചൂണ്ടിക്കാണിച്ച ഫിറോസ് കുഞ്ഞിനെ ഓർത്തും സ്നേഹം കൊണ്ട് മാത്രമാണ് താൻ പലതവണ സജനയ്ക്ക് മാപ്പ് നൽകി കൂടെ കൂട്ടിയതെന്ന് അവകാശപ്പെടുന്നു. താൻ തെറ്റുകൾ ചോദ്യം ചെയ്യുമ്പോഴൊക്കെ മകളെ മുൻനിർത്തി തനിക്കെതിരെ പോക്സോ. ഇവൾക്ക് ഈ പറയുന്ന ജാമിദ എന്ന് പറയുന്ന സ്ത്രീ, ആ സ്ത്രീക്ക് എന്ത് അർഹതയാണ് ഇവരെ സംബന്ധിച്ച് വിമർശിക്കാൻ, അല്ലെങ്കിൽ സജനയെ വിമർശിക്കാൻ, അല്ലെങ്കിൽ ഈ സദാചാര വിരുദ്ധത എന്ന് പറയുന്ന ഈ പ്രക്രിയകളെക്കുറിച്ച് അവൾ അങ്ങനെ വളരെ തലയിൽ തട്ടമിട്ട് വന്നിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. കാരണം എന്തിനാണ് ഇവൾക്ക് തട്ടം എന്ന് ചോദിച്ചാൽ, കൂടുതൽ മുസ്ലിങ്ങളെ തെറി പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വീഡിയോ ചെയ്യുമ്പോഴാണ് ഇവളുടെ തലയിൽ ശിരോവസ്ത്രം ഇടുന്നത്. അപ്പോൾ ഇവൾ ഈ ഒരു ഭാഗത്ത് ശിരോവസ്ത്രം ഇട്ടുകൊണ്ടാണ് ഈ പറയുന്ന പൂക്കുറ്റിയുടെയും സജനയുടെയും ഫിറോസിൻ്റെയും ഒക്കെയുള്ള ഈ വഴി വിട്ട ഈ ജീവിതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെ മുസ്ലിങ്ങളുടെ തലയിലേക്ക്, കണ്ടില്ലേ മുസ്ലിങ്ങൾ പറയുന്നു, മുസ്ലിങ്ങൾ ചെയ്യുന്നു, ഇതൊക്കെ മുസ്ലിങ്ങളല്ലേ. സജനയും പ്രശസ്തനായിട്ടുള്ള വ്യക്തിയും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങൾ റസൂൽ കൂടെ പോക്സോ കേസിൽ കൊടുക്കാൻ സജന സുഹൃത്തുക്കളുമായി നടത്തിയ ചർച്ചകളുടെ ഓഡിയോ റെക്കോർഡിംഗുകൾ തന്റെ പക്കലുണ്ട് എന്ന് ഫിറോസ് പറയുന്നു. അവയുടെ ചില ഭാഗങ്ങൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ഫിറോസ് ഖാൻ ഈ കടുത്ത അതാണ് ഞാൻ ആദ്യ വീഡിയോയിൽ തന്നെ ഈ സ്ത്രീ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയുന്നത്. ഈ സ്ത്രീയെ സംബന്ധിച്ച് ഇവിടെ എന്താണ് പറയാനുള്ളത്? ഈ സ്ത്രീക്ക് സ്വന്തം ഭർത്താവ് എന്ന് പറയുന്ന സങ്കല്പത്തിന് വിരുദ്ധമായി, അല്ലേ, ലോകത്ത് ഒരു മതവും ഇത്തരത്തിലുള്ള ഒരു സങ്കല്പവുമായിട്ട് തൻ്റെ കൂടെ കഴിയുന്ന ഈ പറയുന്ന പുരുഷൻ ആരാണെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ സ്ത്രീ തൻ്റെ കൂടെ ലിവിൻ ടുഗദറിന് കഴിയുന്ന ഒരു പുരുഷനോടൊപ്പം ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ പറയുന്ന ജാമിദ. സ്നേഹത്തോടല്ലേ എന്നോട് വന്നിട്ടുള്ളത്? നിങ്ങൾക്ക് വേണ്ട എനിക്കിത് ആദ്യം ഒന്ന് അബൂട്ടായതാണല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് ശരി, പ്രൊട്ടക്ഷൻ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് പറയാലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആ ഉണ്ടാവും, ഞാൻ ഉണ്ടായി ഈ ഉണ്ടായ കളിയിലേക്കാണ് എനിക്ക് പറ്റത്തില്ല. ഞാൻ അന്ന് അത് പുറമെ പോയത് ഈ കുഞ്ഞു പോയപ്പോൾ ഞാൻ മനസ്സിലാക്കിയാണ്. അത് എനിക്ക് വീണ്ടും ഫിറോസ് പുറത്തുവിട്ട ഒരു വോയിസ് ആണ്. ആലോചിച്ച് നോക്കൂ, ഇത്തരത്തിലുള്ള ഒരു അധമയായ സ്ത്രീ ലോകത്ത് ഹിന്ദു ആയാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും മതമില്ലാത്തവരായാലും ഒക്കെ അവർക്ക് ഭാര്യ ഭർത്തൃ എന്ന് പറയുന്ന ഒരു പരിശുദ്ധ ബന്ധത്തിൻ്റെ, അല്ലേ, കോർത്തിണക്കിയ ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ജീവിക്കുന്നത്. എൻ്റെ കുറച്ച് വിവാദമായിട്ടുള്ള വീഡിയോ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കാം. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ അക്കൗണ്ട് എനിക്ക് കിട്ടിയത് കുറച്ച് ടൈമിലായിട്ടുള്ളൂ. എനിക്ക് എൻ്റെ അക്കൗണ്ട് ഹാക്കായി പോയിരുന്നു. ഹാക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല എങ്ങനെയാണ്, എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ന്യൂസ് കിട്ടിയത് എൻ്റെ ഫ്രണ്ട്സ് പോയപ്പോൾ എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ഇങ്ങനെയാണ്. പിന്നെ കൺഗ്രാജുലേഷൻ അങ്ങനെ കാര്യങ്ങൾ കേട്ടിട്ടാണ് എനിക്ക് ലിങ്ക് കിട്ടുന്നപ്പോഴാണ് ഓരോരുത്തർ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളും ലിങ്കുകളും എല്ലാ കാര്യങ്ങളൊക്കെ ഇട്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തതും ഞാൻ ഷാലു വിളിച്ച് പാനിക്കായിട്ട് എൻ്റെ അക്കൗണ്ട് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷാലുവാണ്. അപ്പോൾ ഷാലു ഞാൻ വിളിച്ചിട്ട് ഷാലു പെട്ടെന്ന് ഇങ്ങനെ സാധനം ഷാലു എന്താ സംഭവിക്കുന്നത് എനിക്ക് എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, നീ ഓപ്പൺ ചെയ്ത് നോക്ക്. അവൾ നോക്കിയിട്ട് അവർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ അവൾ എന്തൊക്കെയോ ചെയ്ത് റിക്കവർ ചെയ്ത് എടുത്തത്. അത്തരത്തിലുള്ള ഒരു പരസ്പര പരിശുദ്ധമായ ഒരു ബന്ധമാണോ ഈ ജാമിദയും തൻ്റെ ഭർത്താവുമായിട്ട് പങ്കുവെക്കുന്നത്?
ഒരിക്കലുമല്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ പരിശുദ്ധമായിട്ടുള്ള ദീനിനോട് ഒടുങ്ങാത്ത വെറുപ്പും പകയുമുള്ള ഈ നരാധമയായ സ്ത്രീക്ക് മുസ്ലിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലാത്ത എന്ന് പറഞ്ഞാൽ തികച്ചും മുസ്ലിങ്ങൾ അതിനെ നിഷിദ്ധമായിട്ടാണ് ഒരു സ്ത്രീ സിനിമയിലായാലും റീൽസിലായാലും മറ്റുമെല്ലാം ഒരു സ്ത്രീ അഥവാ സീരിയലിലായാലും ഒരു മുസ്ലിം സ്ത്രീ അഴിഞ്ഞാടുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാക്കപ്പെട്ട സംഗതിയാണ്. മദ്യപാനം, വ്യഭിചാരം, ഇത്തരത്തിൽ അംഗലാവണ്യത്തോടു കൂടെയുള്ള നൃത്തങ്ങൾ, നാട്യങ്ങളൊക്കെ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എത്തപ്പെട്ടിട്ടുള്ള ഈ സ്ത്രീ പുരുഷന്മാർ മുസ്ലിങ്ങളുടെ പേര് മാത്രമുണ്ട് എന്ന ഒറ്റ കാരണത്താൽ കേൾക്കുന്നവർക്കൊക്കെ സജിന എന്ന അത്ഭുതം തോന്നും. മാഷാ അള്ളാ അല്ലേ, സജിന തന്നെ തനിക്ക് 3 മാസം ഗർഭമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ചെയ്ത പോസ്റ്റുകൾക്ക് താഴെ മാഷാ അള്ളാ പറയുന്നവരുണ്ട്, അൽഹംദുലില്ലാ പറയുന്നവരുണ്ട് അല്ലേ. എന്നപോലെ തന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് പറയേണ്ടത്, വിലയിരുത്തേണ്ടത് എന്നറിഞ്ഞുകൂടാ. ഏത് ഫേക്ക് അക്കൗണ്ടിന് താഴെയും അല്ലെങ്കിൽ നാറിയ വീഡിയോക്ക് താഴെയും അൽഹംദുലില്ലയും മാഷാ അള്ളയും പറഞ്ഞ് അല്ലേ അങ്ങേയറ്റം തലയിൽ എന്താണ് അവരുടെ എന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. അപ്പോൾ ഞാൻ സാമൂഹികമായി പരിശുദ്ധമായ ദീനിനെ അംഗീകരിക്കാത്തവർക്ക് പോലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹികമായി, വ്യക്തിപരമായി, കുടുംബപരമായി എന്താണ് അതിൻ്റെ പരിശുദ്ധ സങ്കല്പം എന്ന് തിരിച്ചറിയാൻ കഴിവില്ലാത്ത വണ്ണം മലീമസമായി കൊണ്ടുള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമ വെറും മുസ്ലിം വിദ്വേഷം മാത്രം ആയുധമായി നേരം വെളുക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്നത് പോലെ നേരം കണ്ണിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ഇവൾ ഇറങ്ങി പുറപ്പെടുകയാണ്. മുസ്ലിം വിദ്വേഷത്തിൻ്റെ പേരിൽ എന്തൊക്കെയാണ് തനിക്ക് ഇനി വിളിച്ചു പറയാനുള്ളത് ഈ സോഷ്യൽ മീഡിയയിലൂടെ. അങ്ങനെ തനിക്ക് കണ്ണടക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ ചത്തുപോകുന്നത് വരെ എന്നല്ല, മറിച്ച് അവൾ അന്ന് രാത്രി പോലും ഈ സ്ത്രീക്ക് ഉറക്കില്ലാത്ത ആ ലക്ഷണങ്ങളൊക്കെ ആ സ്ത്രീയുടെ മുഖഭാഗത്ത് കാണാം. ഒരു വലിയ എമൗണ്ട് കൊടുത്ത്, സംഖ്യ കൊടുത്ത് തൻ്റെ മുഖത്തെ ക്രീം തേച്ച് വെച്ച് പിടിപ്പിച്ചല്ലാതെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവളുടെ ആ ചിത്രങ്ങളൊക്കെ. ഈ പറയുന്ന ചില സ്ത്രീകൾ അവരുടെ ഈ മുഖച്ഛായ മാറ്റുന്നതിന് വേണ്ടി അല്ലേ ലക്ഷക്കണക്കിന് ഉറുപ്പികയാണ് ഈ പറയുന്ന ജാമ്യത പോലും ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് ആ സ്ത്രീ ഇപ്പോഴും ഏകദേശം ഒരു 15-20 വീഡിയോകളാണ് മുസ്ലിം വിദ്വേഷം നിറഞ്ഞ് അഥവാ പരസ്പര വിദ്വേഷത്തിൻ്റെ ഭാഷയല്ലാതെ ഒരിക്കലും അറിഞ്ഞുകൂടാത്ത ഒരു തുല്യതയില്ലാത്ത അധമ സ്ത്രീ. ആ സ്ത്രീയാണ് പറയുന്നത് എന്ന് മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തുക. ആലോചിച്ച് നോക്കൂ, ഈ കാര്യത്തിൻ്റെ പേരിൽ പോലും ആളുകൾക്ക് യഥാർത്ഥത്തിൽ തലച്ചോറില്ല. യഥാർത്ഥത്തിൽ ഈ പറയുന്ന സ്ത്രീയെപ്പോലെ തലയിൽ ചാണകമാണോ യഥാർത്ഥത്തിൽ മനുഷ്യർക്ക്? ആലോചിച്ച് നോക്കൂ, ഈ സ്ത്രീ പറയുന്ന വീഡിയോക്ക് താഴെയും മാഷാ അല്ലാ പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്ന അതപ്പതിച്ച ആളുകൾ ഉണ്ട് എന്നാണ് സങ്കടം. അപ്പോൾ ഇവളെ സംബന്ധിച്ച് അവൾ ലിവിൻ ടുഗദറിന് കഴിഞ്ഞുകൂടവേ ആലോചിച്ച് നോക്കൂ, എവിടെയാണ് അഥവാ വളയമില്ലാതെ ചാടുന്ന ഒരു സ്ത്രീ എന്ന നിലക്ക് ഒരു മതത്തിൻ്റെയും വളയം അവളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഹറാമ്, ഹലാല്, നിഷിദ്ധം അല്ലെങ്കിൽ അനുവദനീയം, നിർബന്ധം എന്നൊന്നും പറയുന്ന ഒരു കാര്യത്തിലും വിശ്വസിക്കാത്ത ഈ സ്ത്രീ ചാരിത്രം പറയാൻ എന്ത് അർഹതയാണുള്ളത്? ആലോചിച്ച് നോക്കൂ, ഒരു വേശ്യയുടെ ചാരിത്രം ചാരിത്രം പറയുന്നത് പോലെ എന്നല്ലാതെ ഈ പറയുന്ന സ്ത്രീക്ക് ചാരിത്രത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആരെ സംബന്ധിച്ച് ഉസ്താദുമാരെ കുറിച്ചായാലും സമൂഹത്തെക്കുറിച്ചായാലും മുസ്ലിങ്ങളെക്കുറിച്ചായാലും എല്ലാവരെയും കുറിച്ച് ചാരിത്രം വിളമ്പാൻ ഈ പറയുന്ന തികഞ്ഞ തുല്യതയില്ലാത്ത അധമയായ ഈ സ്ത്രീക്ക് എന്ത് അവകാശമാണുള്ളത്? ഇപ്പോഴും അവൾ വിവാഹം കഴിക്കാതെ ജീവിക്കുകയാണ് യഥാർത്ഥത്തിൽ. എന്നിട്ടാണ് ഇവൾ മറ്റുള്ളവരെ, ഞാൻ പറഞ്ഞല്ലോ, തൻ്റെ തൻ്റെ മന്തുകാല് പൂത്തി വെച്ചിട്ട് മറ്റുള്ളവൻ്റെ ചെറിയ വീക്കത്തെ കുറ്റപ്പെടുത്തുന്ന ഒരു നരാധമയായ സ്ത്രീയാണ് ഈ ജാമിദ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.